സക്സസ് സക്സസ്. ചാത്തുക്കുട്ടി വണ്ടി എടുത്തോ, വണ്ടി എടുത്തോ. ടൈമായി, ഞാൻ ഫൈൻ അടച്ചിട്ട് അങ്ങ് വന്നേക്കാം. വത്സ വത്സ, ആർസി ബുക്ക്. അല്ല മുതലാളി എങ്ങനെ ഒപ്പിച്ചു? മുതലാളി അതൊക്കെ ഒപ്പിച്ചിടോ. എനിക്കറിയാവുന്ന മുതലാളി എങ്ങനെയെങ്കിലും ഒപ്പിക്കും. ഞാൻ സാറ് പുതിയ ഓണറായത് കൊണ്ട് ഗോവിന്ദൻ നായർ അറിയില്ല. ആവൽ ബാന്ധവൻ ഗോവിന്ദൻ നായർ. ഈ സെക്കൻഡ് ഹാൻഡ് ബസ് ഉടമകൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് സാർ ഞാൻ നോക്കിയപ്പോ ഈ ബസ്സിന് എന്റെ ഒട്ടേറെ സഹായങ്ങൾ ആവശ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഈ ബാഗിലും ചിലത് വീട്ടിലുമൊക്കെയായി നിരവധി സ്പെയർ പാർട്സുകളുടെ ഒരു മിനി ഗോഡൌണാണ് സാർ ഈ ഗോവിന്ദൻ നായർ. സാറിന്റെ ബസ് അങ്ങേയറ്റം കുഴപ്പത്തിലേക്ക് നീങ്ങുകയാണ്. എന്ത് കുഴപ്പം? അടിമുടി കുഴപ്പം. സെൻട്രൽ ബോൾട്ടിന്റെ അലൈൻമെന്റ് പോയി കിടക്കുകയാണ്. അതുകൊണ്ട് സാറിന്റെ ബസ് നടുവിനടി കൊണ്ട് പട്ടിയെ പോലെയാണ് ഓടുന്നത്. എന്റെ ബസ്സിനെ ഇൻസൾട്ട് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇൻസൾട്ടിങ് അല്ല സാർ, സത്യമാണ് സാർ പറയുന്നത്. അല്ല, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ടെങ്കിലോ? അങ്ങനെ പറയും സാർ. എല്ലാത്തിനും ഹാഫ് പ്രൈസ് മതി സാർ. സാറിന്റെ ബസ് ഏത് നിമിഷം അന്ത്യശ്വാസം വരും. ഇയാൾക്ക് എന്തോ നിന്റെ അസുഖമല്ല സാർ, സത്യമാണ് സാർ. എനിക്കൊരു കുന്തവും കേൾക്കണ്ട സാർ. ഹാഫ് പ്രൈസ്. ഇയാൾ ആളെ ഒന്ന് വിടന്നേ സാർ. പകുതി വില. ഞാനിവിടെ എത്ര നേരമായിട്ട് കാത്തിൽക്കണമെന്നു. മുരളേട്ട എവിടെ ആയിരുന്നു? ഞാൻ കുറച്ച് തിരക്കില്ല, നീ പോയിട്ട് പിന്നെ വാ. മുരളേട്ട, നാരായണേട്ടൻ എന്നോട് ഹോട്ടലിൽ ചെല്ലണ്ടെന്ന് പറഞ്ഞു. 1-2 ദിവസം ഞാൻ പറയാതെ ലീവ് എടുത്തിരുന്നല്ലോ. അതിന് എനിക്ക് ബസ്സിൽ എന്തെങ്കിലും ഒരു പണി. ബസ്സിൽ ആവശ്യത്തിന് പണിക്കാരുണ്ടല്ലോ. വല്ലപ്പോഴും ബസ് കഴുകുന്ന പണി നോക്കട്ടെ. ഹംസ ലീവ് എടുക്കുമ്പോ പറയാം. ഇവിടെ പണിയിട്ടെന്ന് വിചാരിച്ചു. നിങ്ങളുടെ ബസ്സിൽ നിന്ന് ഒരു പെണ്ണ് തെറിച്ചു വീണു. ആളുകൾ ബസ് ഇറങ്ങി വെച്ചിരിക്കുക. അവിടെ ആകെ പ്രശ്നം. മുതലാളി വേഗം കൂടി ചെല്ല്. വേഗം ചെല്ലുന്നേ. കൂടി അടിക്കല് ആ ഡ്രൈവറും കണ്ടക്ടറും എങ്ങോട്ടോ ഓടിപ്പോയി. ഞാനാണ് ഈ ബസ്സിന്റെ ഓണർ. ഈ ബസ് കൊണ്ടുണ്ടായ എന്റെ അപകടത്തിനും ഞാൻ ഉത്തരവാദിയാണ്. ഞാൻ ആ സ്ത്രീ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോട്ടെ. അവരപ്പോ തന്നെ ആസ്പത്രി കൊണ്ടുപോയി. എവിടുന്ന് കിട്ടിയടാ തനിക്ക് തല്ലിപ്പൊളി ബസ്? ആ തല്ലിപ്പൊളി ബസ്സൊക്കെയാണ്. ഞാൻ പുതിയൊരു ബസ്സിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിപ്പോ വരും. ആ ബസ്സിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. ഞാൻ ഈ പാവ മനുഷ്യനെ ഒന്ന് കൊണ്ടുപോയിക്കോട്ടെ. തനിക്ക് കിട്ടും. ആ ശരി, ഡ്രൈവർ ഓർഡർ മാറ്റാം. മാറ്റാം. ഞാൻ അപ്പോളേ പറഞ്ഞില്ല ഡ്രൈവർക്ക് കണ്ണ് കാണൂലെന്ന്. ഞാൻ വിസൽ അടിച്ചിട്ടാണല്ലോ അയാൾ ബസ് വിട്ടത്. അടിക്കാത്ത വിസലിന്റെ ശബ്ദം കേട്ടു എന്ന് പറഞ്ഞാൽ അയാൾക്ക് കാതും വർക്ക് ചെയ്യില്ല എന്നല്ല അർത്ഥം. വാ നിക്ക് നമ്മളെ വണ്ടിയുടെ ഇൻഷൂർ അടിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ നഷ്ടപരിഹാരവും നമ്മൾ തന്നെ കൊടുക്കേണ്ടി വരും. എത്ര കൊടുക്കേണ്ടി വരും? മുൻവാതിലൂടെ വീണ ബാക്കിലെ ടയർ കയറി ഇറങ്ങിയോന്നൊരു സംശയമുണ്ട്. കയ്യോ കാലോ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ലക്ഷം കൊടുക്കേണ്ടി വരാന്ന് ദൈവത്തിനെ അറിയുള്ളൂ. ലക്ഷോ? ചുമ്മാ ഇടോ, പേടിപ്പിക്കുന്ന വർത്താനം പറയാതെ. അള്ളാനെ മുരളി, ഞാൻ സത്യം പറയാ. വാ വാ, നമുക്ക് രോഗിനെ കാണാം. ബസ്സിലുണ്ടായിരുന്ന പാഹന്മാരാണ് നിൽക്കണേ. പെണ്ണക്കട്ടിലുള്ളത് തന്നെ. ഈശ്വര, ഇനി ഒറ്റങ്ങൾ നമ്മളെ വേക്കിട്ട് വരുമെന്നുള്ള ആ പേടി. ചുമ്മാ ഇടോ. സിസ്റ്ററെ, ബസ് ആക്സിഡന്റ് ആയിട്ട് വന്ന സ്ത്രീയല്ലേ അത്? അതെ. അപകടം ഉണ്ടോ? കാലിന് ഫ്രാക്ചർ ഉണ്ട്. ചിലപ്പോ ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. നിങ്ങളുടെ ആരാ? എന്റെ ഒരു ബന്ധു. നിങ്ങൾ നടന്നോ? വന്നേ. പോലീസ് ഇപ്പൊ എത്തും. ചുമ്മാ ഇരിടോ. പോലീസ് വന്നാ എന്നെ ഉപദ്രവിക്കൊന്നുമില്ലല്ലോ. അവര് സത്യം പറഞ്ഞാ കുടുങ്ങിയത് തന്നെ. പിന്നെ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്താ? എങ്ങനെങ്കിലും ആ പെണ്ണിനെ പറഞ്ഞ് ചാക്കിലാക്കണം. ആക്സിഡന്റ് ഉണ്ടായത് അവളുടെ ശ്രദ്ധക്കുറവുകൊണ്ടാണെന്ന് അവളെ കൊണ്ട് തന്നെ പോലീസുകാരോട് പറയിപ്പിക്കണം. വാ.
വന്നേ. മുരളി ആളുകളൊക്കെ പോയി. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. പോലീസ് വരുന്നതിന് മുമ്പ് എന്ത് അടവ് പ്രയോഗിച്ചിട്ടെങ്കിലും ആ പെണ്ണിനെ വശത്താക്കണം. ഇനി ഞാൻ ഇവിടെ നിൽക്കണേ അത്ര പന്തിയല്ല. അതായത് അങ്ങനെയാണ്. കുട്ടിയായിരുന്നോ? കുട്ടിയുടെ പാസ് ഞാൻ പാസ് ഞാൻ ഓഫീസിൽ എഴുതി വെച്ചിരിക്കായിരുന്നു. പിന്നെ കണ്ടതേ ഇല്ലല്ലോ. എവിടെയായിരുന്നു? എന്റെ കാല് പോയി. അയ്യോ, എന്റെ ജീവിതം തൊലഞ്ഞു. കരയല്ലേ, കരയല്ലേ, കരയല്ലേ. കുട്ടിക്കൊന്നും സംഭവിക്കില്ല. എന്ത് ചെലവ് വന്നാലും കാല് പരിപൂർണ സുഖം ആകുന്നവരെ ഞാൻ ചികിത്സിക്കും. കാല് പോയിട്ട് ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതാ. അയ്യോ, അങ്ങനെ എനിക്ക് ആരുമില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ. കുട്ടിക്ക് ഞാനില്ലേ. നിങ്ങളൊരു പേരും കള്ളനാ. ഞാനോ? പാസ് എഴുതി നിങ്ങൾ എന്നെ അന്വേഷിച്ചു എന്ന് പറഞ്ഞത് പച്ച കള്ളല്ലേ? അതിനുശേഷം ബസ്സിൽ വെച്ച് നിങ്ങൾ എന്നെ കണ്ടിരുന്നില്ലേ? എപ്പോ? അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ പേരും കള്ളനാന്ന്. ടയർ പഞ്ചറായ ദിവസം നിങ്ങൾ എന്നെ കണ്ടില്ലേ? ഇല്ല, സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ കണ്ടില്ല. എന്റെ കാല് പോയി. എന്റെ ജീവിതം തൊലഞ്ഞു. കുട്ടി എന്നെ വിശ്വസിക്കൂ. കുട്ടി ചിലപ്പോ വിചാരിക്കും ഇയാളൊരു ബസ് ഓണർ ആണല്ലോ, ഇയാളൊരു ബൂർഷയാണല്ലോ, പാവങ്ങളോട് കരുണയില്ലാത്തവനാണല്ലോ എന്നൊക്കെ കുട്ടി ചിലപ്പോ വിചാരിക്കും. പക്ഷെ ഒരു സത്യം കുട്ടി മനസ്സിലാക്കണം. മരുഭൂമിയില് പൊള്ളുന്ന വെയിലത്ത് അറബികളുടെ ആട്ടും തുപ്പും ഏറ്റ് കല്ല് ചുമന്നിട്ടുള്ളവനാണ് ഞാൻ. കഷ്ടപ്പാട് എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. NRI അക്കൗണ്ടിൽ കുറച്ച് രൂപ ഉണ്ടായിരുന്നുകൊണ്ട് ഒരു ബസ് ഞാൻ വാങ്ങിച്ചു. അങ്ങനെ ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. കുട്ടി എനിക്ക് വേണ്ടി ഒരു ഒറ്റ ഉപകാരം ചെയ്യണം. പോലീസുകാർ വന്ന് ചോദിക്കുമ്പോൾ സാരി കുടുങ്ങി ബസ്സിൽ നിന്ന് വീണതാണെന്നൊന്ന് പറയണം. പറഞ്ഞു നോക്കൂ പ്ലീസ്, പറഞ്ഞു നോക്കൂ. ഇല്ലെങ്കിൽ എന്നെ പോലീസുകാർ പിടിക്കും. അവർ എന്നെ തല്ലി ചതയ്ക്കും. നിങ്ങളെ തല്ലി ചതച്ചാലേ എനിക്ക് കുറച്ചെങ്കിലും സുഖം കിട്ടും. അയ്യോ, അങ്ങനെ പറയരുത് കുട്ടി, അങ്ങനെ പറയരുത്. ഇന്ന് മുതല് കുട്ടിയുടെയും കുടുംബത്തിന്റെയും സകല ചെലവും ഞാൻ നോക്കിക്കൊള്ളാം. പ്ലീസ് പ്ലീസ്, ഞാൻ കുട്ടിയുടെ കാര്യം പിടിക്കാം. അയ്യോ ഇല്ല കുട്ടി, പോലീസുകാർ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. കുട്ടിയുടെ കുടുംബത്തിന്റെ കംപ്ലീറ്റ് ചെലവ് ഞാൻ നോക്കിക്കോളാം. സാരി കുടുങ്ങി വീണാണെന്നേ പറയാവുള്ളേ. പ്ലീസ് സത്യസന്ധമായിട്ട് പറഞ്ഞോളൂ. സത്യസന്ധമായിട്ട് സാരി കുടുങ്ങി വീണതാണെന്ന് പറഞ്ഞോളൂ. ബസ്സില് സ്ത്രീകൾ ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും സൂക്ഷിക്കേണ്ട കാര്യമാണ്. അല്ലെ, സാരി കുടുങ്ങി ആ കുട്ടി ബസ്സിൽ നിന്ന് താഴെ വീണു. മനസ്സിൽ എത്ര ദേഷ്യമുണ്ടെങ്കിലും ചിരിച്ച മുഖത്തോടു കൂടി വേണം ഇപ്പോഴത്തെ തൊഴിലാളിയോട് സംസാരിക്കാൻ. മുതലാളി സമ്മതിച്ചിരിക്കുന്നു. പോലീസ് കേസാവുമെന്നും കുറെ ദിവസത്തേക്ക് ബസ് ഓടിക്കാൻ പറ്റില്ലെന്ന് നോക്കിയാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. മുതലാളി ഒരാളുടെ മെടുക്കൊണ്ട് ആ പ്രശ്നങ്ങൾ ഇങ്ങനെ തീർന്നത്. ഞങ്ങളുടെ മുതലാളി പൊന്നു പോലത്തെ മനുഷ്യനാ. ഞങ്ങൾ തൊഴിലാളികളൊക്കെ എന്ത് സ്നേഹം അറിയോ. ആളുകൾക്ക് ടിക്കറ്റ് കൊടുക്കുക. ടിക്കറ്റ് കൊടുക്കുക. എങ്ങോട്ടാ? 2 തൃപ്പാളൂര്. 2 ഒന്നിനു പുറകെ മറ്റൊന്നായി ആകെ പ്രശ്നങ്ങളാണല്ലോ ഹംസേ. ടയർ വാങ്ങിയത് കടമായിട്ടാ. പരിചയമില്ലാത്തവരോട് വരെ കടം പറയേണ്ട സ്ഥിതി വന്നു. അപ്പൊ NRI അക്കൗണ്ടില് എന്താ ഹംസ നിന്റെയൊക്കെ വിചാരം? NRI അക്കൗണ്ടിൽ കോടിക്കണക്കിന് രൂപയുണ്ടെന്നാ. ഏട്ടന്മാർക്കും വീടിനും വേണ്ടി ഞാൻ കാശ് അയച്ചുകൊണ്ടിരിക്കുകയില്ലായിരുന്നോ? ഈ കളക്ഷൻ കൊണ്ട് പിടിച്ചു നിൽക്കാമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആഹാ, ഉത്സവത്തിന്റെ പരിപാടികളൊക്കെ തുടങ്ങിയല്ലോ. പറയാൻ വിട്ടു. കമ്മിറ്റിക്കാർ വന്ന് സംഭാവന ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു മുതലാളിയോട് ചോദിക്കാൻ. ഈ അവസ്ഥയിൽ എങ്ങനെ സംഭാവന കൊടുക്കും? പറഞ്ഞിട്ട് പോലല്ല, ഗംഭീര ഉത്സവാ. മുതലാളി, നമുക്ക് ഇത്തവണ സ്പെഷ്യൽ പെർമിറ്റ് എടുക്കണം. അപ്പൊ പിന്നെ ടൈം ഒന്നും നോക്കേണ്ടി വരില്ല. നിർത്താതെ ഓടാം. 14 ദിവസത്തെ ഉത്സവമാണല്ലോ. നല്ല തിരക്കായിരിക്കും. 14 ദിവസത്തെ ഓട്ടം കൊണ്ട് നല്ലൊരു തുക ഇങ്ങ് പോരും. വിശ്രമമില്ലാതെ ഓടണമെങ്കിൽ സ്പെഷ്യൽ ബാറ്റ് തരണം. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ചാത്തുകുടിച്ചേട്ടാ? മുതലാളി അറിഞ്ഞ് ചെയ്യൂലേ? ഇല്ലേ മുതലാളി? മുരളി, നമുക്ക് ഈ ബസ് മൊത്തം ഒന്ന് മോടി പിടിപ്പിക്കണം. ഈ ഉത്സവത്തോടുകൂടി നമ്മളെ സാമ്പത്തിക പ്രശ്നങ്ങൾ മുഴുവൻ തീരും.
കുട്ടി എന്താ ഇവിടെ? നിങ്ങളുടെ വാക്ക് ഞാൻ വിശ്വസിച്ചു. ഞാൻ കുറച്ച് തിരക്കിലായി പോയി. ഉത്സവത്തിന്റെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം ഒരു കാർ പിടിക്കാൻ വഴിയില്ലാതെ ഞാൻ വിഷമിച്ചു. എന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടിപ്പം എന്താ ഇത്? കരയാതിരിക്കൂ. ഇപ്പൊ ഒന്നും സംഭവിച്ചില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ നമുക്ക് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. ഇതാരാ മുരളി? ഇത് നമ്മുടെ ഇയാൾ എന്നെ ചതിച്ചു, എന്റെ ജീവിതം നശിപ്പിച്ചു. അയ്യോ, എനിക്കൊന്നും കേൾക്കണ്ട. ചെറിയേട്ടത്തി, എനിക്കെല്ലാം മനസ്സിലായി. എന്ത് മനസ്സിലായി? നീ ഇത്തരക്കാരനാണെന്ന്. അയ്യോ, എന്റെ ഗുരുവായൂരപ്പ, എന്റെ കുഞ്ഞെ, നീ ഇങ്ങനെ ചെയ്തല്ലോ. ഞാൻ എന്ത് ചെയ്തെന്നാ? ആശുപത്രി വെച്ച് എന്റെ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാല് എപ്പോഴാ? ഞങ്ങളൊക്കെ പട്ടിണി കിടന്ന് ചത്തിട്ടോ? അയ്യോ, എന്റെ ഗുരുവായൂരപ്പ, ചെറിയേട്ടത്തി, എന്റെ കുഞ്ഞെ, നിനക്കൊരു കല്യാണം വേണമായിരുന്നെങ്കിൽ കുമാരേട്ടനോട് പറഞ്ഞാൽ കഴിച്ചു തരത്തില്ലായിരുന്നോ? ഇത് എന്തറിഞ്ഞിട്ടാ ഈ സംസാരിക്കുന്നത്? നോക്കേ. അല്ല, ഈ കുട്ടി എന്റെ ബസ്സിൽ നിന്ന് വീണ് കാലൊടിഞ്ഞു. ധനസഹായം ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. തിരക്ക് കാരണം എനിക്ക് അതിന് കഴിഞ്ഞില്ല. അതിനെ ചതിച്ചു, വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നത്. ചതിയെന്നല്ലാതെ പിന്നെ എന്തോന്നാ ഇതിന്റെ പേര്? അത്രേ ഉള്ളൂ. അത്രേ ഉള്ളന്നേ. എന്റെ പൊന്നു മോനെ, ഞാൻ ആകെ പേടിച്ചു പോയല്ലോ. ഞാനും പേടിച്ചു പോയി. തൽക്കാലം ഇത് പിടിക്കേ. 50 രൂപയോ? പിന്നെ എത്ര വേണം? ഒരു ദിവസത്തെ മരുന്നിനും ഇഞ്ചക്ഷനും തന്നെ 100 രൂപയാവും എനിക്ക്. അതെ, തൽക്കാലം ഇതങ്ങോട്ട് വാങ്ങിക്കേ. ബസ് ഉത്സവത്തിന്റെ സ്പെഷ്യൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കളക്ഷൻ ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. കളക്ഷൻ വന്നാലുണ്ട് എത്ര രൂപ വേണേലും ഞാൻ തരാം. ഉറപ്പാണോ? ഉറപ്പ്. അതോ അന്ന് പറഞ്ഞ പോലെ? തരാൻ കുട്ടി, ഞാൻ അങ്ങ് ഓടി പോകുന്നില്ല. ചേച്ചി ഒന്ന് ഓർമ്മിപ്പിക്കണേ. ചേച്ചി എന്തിനാ ഓർമ്മിപ്പിക്കുന്നത്? എനിക്കത് ഓർമ്മ ശക്തിയില്ലേ? ചേച്ചി എന്തിനാ ഓർമ്മിപ്പിക്കുന്നത്? എന്താ ഇന്ന് ബസ്സിന് ഓട്ടോ ഇല്ലേ? കാര്യങ്ങൾ ആകെ കുഴഞ്ഞു മുരളി. എന്തുപറ്റി? ഇന്നലെ ലാസ്റ്റ് ട്രിപ്പിന് കണ്ടക്ടർ വത്സന് അവന്റെ വീടിന്റെ അടുത്ത് ഇറങ്ങി. കാലത്ത് എത്തിക്കോളാൻ ചാത്തുചേട്ടാന്ന് അവൻ പറഞ്ഞു. ആയിക്കോട്ടെന്ന് ഞാനും പറഞ്ഞു. ഈ നേരം വരെ അവനെ കാണാതായപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടി അവന്റെ വീട്ടിൽ ചെന്ന് നോക്കി. അവനവിടെ ചെന്നിട്ടില്ല അത്രേ. എന്റെ ഒരു സംശയം ചോദിച്ചോട്ടെ, ഉത്സവത്തിന്റെ കളക്ഷനും കണക്കൊക്കെ അവൻ തന്നിരുന്നോ? ഇല്ല, കണക്ക് കൂട്ടാൻ നേരമില്ല. ഉത്സവം കഴിഞ്ഞിട്ട് ഒന്നിച്ചു തരാന്ന് അവൻ പറഞ്ഞു. ഞാനത് സമ്മതിക്കുകയും ചെയ്തു. അത് വിഡ്ഢിത്തരായിപ്പോയല്ലോ മുരളി, മഹാവിഡ്ഢിത്തരായിപ്പോയി. അപ്പോ അത് തന്നെ, ഇത്രയും ദിവസത്തെ കളക്ഷന്റെ പണവും കൊണ്ട് അവൻ മുങ്ങി. ദൈവമേ. വത്സാ, വാൽസ്, ഇവിടെ ആരും ഇല്ലേ? ഇറങ്ങടാ, ഇവിടെ ആരും ഇല്ലേന്ന്. ഹംസേ, ഇത് തന്നെയല്ലേ വീട്? ഇത് തന്നെ. ആ, വത്സന്റെ വീടല്ലേ ഇത്? അതെ, മനസ്സിലായില്ല. ഞാൻ ആരാണെന്ന് അവന് മനസ്സിലാവും. വിളിക്കവനെ. അവനിവിടെ ഇല്ലല്ലോ. നോണ പറയരുത്. അവൻ എവിടെ പോയി വിളിച്ചാലും ഞാൻ കണ്ടുപിടിക്കും. നിങ്ങൾ അവന്റെ അച്ഛനല്ലേ? അതെ, എന്താ സാറേ വല്ല കുഴപ്പവും? കുഴപ്പം കാണിച്ചത് അവനല്ല, ഞാനാ. ആരാന്നോ എന്താന്നോ അറിയാതെ നിങ്ങളുടെ മകന് ഞാൻ ജോലി കൊടുത്തു. ഒരു തൊഴിലാളിയുടെ വിഷമങ്ങൾ അനുഭവിച്ചറിഞ്ഞവനായതുകൊണ്ട് ഞാൻ അവന്റെ ഡിപ്പോസിറ്റ് വാങ്ങിച്ചില്ല. കയ്യിൽ കൊടുത്താൽ കള്ളനും കക്കയില്ലെന്നൊരു ചൊല്ലുണ്ട്. ഇവൻ കള്ളനല്ല, പെരും കള്ളനാ. അന്യനായിട്ട് ഞാൻ അവനെ വിശ്വസിച്ചു. ഞാൻ അവന് ജോലി കൊടുത്ത തെറ്റായിപ്പോയി. കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊടുത്താൽ ഞാൻ ഒരു ബസ് വാങ്ങിച്ചത് അറിയോ? ഉത്സവത്തിന്റെ സ്പെഷ്യൽ ഓടിയാൽ എന്റെ എല്ലാ കടങ്ങളും തീരുമെന്ന് ഞാൻ വിശ്വസിച്ചു. ഉണ്ടായിരുന്ന കാശ് മുഴുവൻ എടുത്തുകൊണ്ട് നിങ്ങളുടെ മകൻ മുങ്ങിക്കളഞ്ഞു. ഞാൻ അവനെ വെറുതെ വിടുമെന്നൊന്നും വിചാരിക്കണ്ട. ഇതെല്ലാം കണ്ടുകൊണ്ട് മോളിൽ ഒരാളിരിപ്പുണ്ടെന്ന് നിങ്ങളുടെ മകനോട് പറഞ്ഞേരെ. അദ്ദേഹം പൊറുക്കത്തില്ല. അതെ, എന്താ പ്രശ്നം? എന്നോട് ചോദിച്ചാ ഞാൻ എന്ത് പറയാനാ? അപ്പോഴേ നമുക്ക് പോലീസിനൊരു പെറ്റീഷൻ കൊടുത്താലോ? അത് ഞാൻ ആലോചിക്കാഞ്ഞിട്ടല്ല. പക്ഷെ അവന്റെ അച്ഛനെ അമ്മയും കണ്ടില്ലേ, പാവങ്ങള്. എന്തായാലും സ്വന്തം മോനല്ലേ. ഇനി അവനെ പോലീസുകാര് പിടിച്ച് ലോക്കപ്പിലിട്ട് കേസായി വയസ്സുകാലത്ത് അവരെ അങ്ങനെ നോക്കിയപ്പോ വല്ലതും നടക്കുമോ? ഇപ്പൊ തന്നെ ടയറിന്റെ കാശ് കൊടുക്കാനുണ്ട്, വർക്ക്ഷോപ്പിലും കുറെ കടണ്ട്. എന്നാ പിന്നെ ഏട്ടന്മാരോട് വല്ലതും. കടം ചോദിക്കാനോ? അത് വയ്യ. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് തുടങ്ങിയതല്ലേ ഈ ബിസിനസ്. ഞാനൊരു ഫൈനാൻസറോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ബസ് പണയത്തില് കുറച്ച് രൂപ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം. അതൊക്കെ വലിയ പലിശ ആവില്ലേ? ഒന്നും സാരമില്ല, തൽക്കാലം കാര്യങ്ങൾ നടക്കട്ടെ. വാ. ഇത് RC ബുക്ക്. പലിശയുടെ കാര്യത്തിൽ കറക്റ്റ് ആയിരിക്കണം. ഷുവർ. താങ്ക് യു സാർ. ശരി. എന്തായി? ഓക്കെ, നേരെ ടയറുകാരൻ്റെ അടുത്തേക്ക് പോവാം. അല്ല മുരളി, ബസ് ഇങ്ങനെ ഓട്ടാതിട്ട് എന്താ കാര്യം? വേറെ ഏതെങ്കിലും ഒരു കണ്ടക്ടർ ഏർപ്പാടാക്കണ്ടേ? വേണ്ട, ഇനി ഓണറായിട്ടിരുന്നാൽ ശരിയാവില്ല. പഴയ ലൈസൻസ് ഞാൻ പുതുക്കി.
കണ്ടക്ടറുടെ പണി എനിക്കും അറിയാം. ചാത്തുട്ടിയേട്ടാ, സ്പീഡ് അധികം വേണ്ട. പിന്നെ സഡൻ ആയിട്ട് ബ്രേക്ക് ഇട്ട് കളയരുത്. എനിക്ക് വലിയ പ്രാക്ടീസ് കുറവാ. എന്നെ ആരും നിയന്ത്രിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഏയ് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ആ. സുഹൃത്തുക്കളെ, എല്ലാവരും ഒന്ന് സഹകരിക്കുക. കൃത്യം ചില്ലറകൾ കയ്യിലെടുത്ത് വെക്കാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുതലാളി തൊഴിലാളിയായിട്ട് മാറുകയാണ്. സഹകരിക്കുക പ്ലീസ്. സാറ് എവിടേക്കാണ്? PC അതെവിടാണ്? പോലീസ് കോൺസ്റ്റബിൾ. ഓ, സാറോ? PC. അതെ, ഞങ്ങൾ ഇരിക്കുന്ന 6 പേര് PC ആണ്. SIയുടെ മകന്റെ കല്യാണത്തിന് വേണം. ആർക്കും ടിക്കറ്റ് വേണ്ട. ആർക്കും ടിക്കറ്റ് വേണ്ട. ഓക്കെ. ആരെങ്കിലും ഉണ്ടോ ഇനിയും PC? അല്ല, സോറി, PC അല്ലാത്തവരാരെങ്കിലും ഉണ്ടോ? ഞാൻ PC അല്ല. ആ, സാർ എവിടേക്കാണ്? ഞാൻ ചാത്തൂട്ടിയുടെ ബന്ധുവാ. എനിക്ക് ടിക്കറ്റ് വേണ്ട.